ഹായ് എല്ലാവർക്കും നമസ്കാരം. ന്യൂക്ലിയർ ഫിസിക്സ് ഈ വാക്ക് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് എന്തൊക്കെയാ? വലിയ പവർ പ്ലാന്റുകൾ, പിന്നെ ചിലപ്പോൾ ബോംബുകളൊക്കെ ആയിരിക്കും അല്ലേ? പക്ഷെ സംഭവം അതൊന്നുമല്ല. അതിനൊക്കെ അപ്പുറത്ത് നമ്മൾ ആരും അത്ര ശ്രദ്ധിക്കാത്ത നമ്മുടെയൊക്കെ ഡെയിലി ലൈഫിൽ ഈ ന്യൂക്ലിയർ സയൻസിന് വലിയൊരു പങ്കുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ലോകത്തേക്കൊന്ന് പോയി നോക്കിയാലോ? ഓക്കേ, അപ്പൊ ഇതൊരു ചോദ്യം. നമ്മുടെ വീട്ടിലൊക്കെയുള്ള ആ സാധാരണ സ്മോക്ക് ഡിറ്റക്ടറിലെ അതിന് പുതിയ എലമെന്റ്സ് ഉണ്ടാക്കുന്നതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? കേൾക്കുമ്പോൾ ചിലപ്പോൾ അതെങ്ങനെ ശരിയാകും എന്ന് തോന്നും. പക്ഷെ സത്യത്തിലൊരു ബന്ധമുണ്ട്. ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം തേടി പോകുമ്പോഴാണ് നമ്മൾ ആറ്റത്തിന്റെ ആ ഒരു അത്ഭുത ലോകത്തേക്ക് എത്തുന്നത്. അപ്പോൾ ന്യൂക്ലിയർ ഫിസിക്സ് എന്ന് പറയുന്നത് ശരിക്കും ഒരു വലിയ കളരിയാണ്. അതിന് മെയിനായിട്ട് 3 ഗോളുകളുണ്ട്. ഒന്ന്, ഈ പ്രപഞ്ചം ഉണ്ടാക്കിയിരിക്കുന്ന ഏറ്റവും ചെറിയ കണികകളെപ്പറ്റി പഠിക്കുക. 2, ആറ്റത്തിന്റെ ഹൃദയഭാഗമായ ന്യൂക്ലിയസിനെപ്പറ്റി മനസ്സിലാക്കുക. പിന്നെ മൂന്നാമത്തേത്, നമുക്ക് അതായത് സമൂഹത്തിന് ഉപകാരപ്പെടുന്ന ടെക്നോളജികൾ ഉണ്ടാക്കുക. ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഈ മൂന്നാമത്തെ പോയിന്റിലാണ്, നമ്മുടെയൊക്കെ ജീവിതത്തെ മാറ്റിമറിച്ച ചില കണ്ടെത്തലുകൾ. ശരി, അപ്പൊ നമുക്ക് ആദ്യം തന്നെ ന്യൂക്ലിയർ സയൻസ് എങ്ങനെ ഒരു സൂപ്പർ ഡിറ്റക്റ്റീവായി മാറുന്നു എന്ന് നോക്കാം. അതായത് പഴഞ്ചൻ രഹസ്യങ്ങൾ മുതൽ ഇന്നത്തെ കാലത്ത് ക്രൈം സീനുകളിൽ വരെ തുമ്പുണ്ടാക്കാൻ ഈ ശാസ്ത്രത്തിന് എങ്ങനെയാണ് പറ്റുന്നത് നമുക്ക് നോക്കാം. അപ്പോ ഈ ഡിറ്റക്റ്റീവിന്റെ കയ്യിലുള്ള പ്രധാന ആയുധം എന്താണെന്നറിയാമോ? അതിന്റെ പേരാണ് ന്യൂട്രോൺ ആക്ടിവേഷൻ അനാലിസിസ്, അല്ലെങ്കിൽ ചുരുക്കി NAA എന്ന് പറയും. സിമ്പിളായി പറഞ്ഞാല് ഒരു സാധനത്തിനകത്ത് എന്തൊക്കെ മൂലകങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു സൂപ്പർ സെൻസിറ്റീവ് ടെക്നിക്കാണിത്. നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത അത്ര ചെറിയ അളവിലുള്ള സാധനങ്ങൾ പോലും ഇത് പൊക്കിയെടുക്കും. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നല്ലേ നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ഒരു സാമ്പിൾ എടുത്ത് അതിലേക്ക് നിറയെ ന്യൂട്രോണുകളെ അങ്ങ് ഇടിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? ആ സാമ്പിളിലുള്ള ആറ്റമൊക്കെ ഒന്ന് ഉണരും. അവ റേഡിയോ ആക്റ്റീവായി മാറും. ഇങ്ങനെ എനർജി കിട്ടിക്കഴിയുമ്പോൾ അവ തിരിച്ച് ഗാമാ കിരണങ്ങൾ എന്ന രൂപത്തിൽ ഒരു പ്രത്യേക എനർജി പുറത്തുവിടും. ഇവിടെയാണ് ട്വിസ്റ്റ്. ഓരോ മൂലകവും പുറത്തുവിടുന്ന ഈ ഗാമാ കിരണങ്ങൾ ഒരു ഫിംഗർ പ്രിന്റ് പോലെയാണ്, യുണീക്കാണ്. അപ്പോൾ ഈ ഫിംഗർ പ്രിന്റ് നോക്കിയാൽ മാത്രം മതി ആ സാമ്പിളിൽ ഏതൊക്കെ മൂലകങ്ങൾ എത്ര അളവിലുണ്ട് എന്ന് കൃത്യമായി പറയാൻ പറ്റും. അപ്പോ ഇതുകൊണ്ട് ശരിക്കും എവിടെയൊക്കെയാണ് ഗുണമുള്ളത്? ഫൊറൻസിക് സയൻസിൽ ഒരു ക്രൈം സീനിൽ നിന്ന് കിട്ടുന്ന ഒരു മുടിയിഴ അല്ലെങ്കിൽ ഒരു പെയിന്റിന്റെ കഷ്ണം, അതിലടങ്ങിയ മൂലകങ്ങൾ വെച്ച് നിർണായകമായ തെളിവുകളുണ്ടാക്കാൻ NAAക്ക് പറ്റും. അതുപോലെ ആർക്കിയോളജിയിൽ ഒരു പഴയ മൺപാത്രം കിട്ടിയാൽ അതെവിടെയാണ് ഉണ്ടാക്കിയതെന്ന് വരെ കണ്ടുപിടിക്കാം. ഇനി പരിസ്ഥിതിയുടെ കാര്യം നോക്കിയാൽ വെള്ളത്തിലും മണ്ണിലുമൊക്കെ എത്രത്തോളം മലിനീകരണമുണ്ടെന്നും ഇത് കൃത്യമായി പറയും. ഡിറ്റക്റ്റീവ് പണിയിൽ നിന്ന് നമുക്കിനി നേരെ ഹോസ്പിറ്റലിലേക്ക് പോകാം. വൈദ്യശാസ്ത്രത്തിൽ, പ്രത്യേകിച്ച് ആളുകളുടെ ജീവൻ രക്ഷിക്കുന്നതിൽ ന്യൂക്ലിയർ ഫിസിക്സിനുള്ള പങ്ക് എത്ര വലുതാണെന്ന് അറിയാമോ? നമുക്ക് നോക്കാം. ന്യൂക്ലിയർ മെഡിസിൻ എന്ന് പറയുമ്പോൾ അതിന് 2 പ്രധാന മുഖങ്ങളുണ്ട്. ഒന്ന് ഡയഗ്നോസ്റ്റിക്, അതായത് രോഗനിർണയം. ശരീരത്തിന്റെ ഉള്ളിലേക്കൊരു ക്യാമറ വെച്ച് നോക്കുന്നത് പോലെ എന്താണ് പ്രശ്നമെന്ന് കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ടെക്നിക്കുകൾ. സ്കാനിംഗ് ഒക്കെ ഇതിൽ വരും. രണ്ടാമത്തേത് തെറാപ്യൂട്ടിക്, അതായത് ചികിത്സ. അസുഖം കണ്ടുപിടിച്ചാൽ മാത്രം പോരല്ലോ, അതിനെ ഉള്ളിൽ നിന്ന് തന്നെ ചികിത്സിച്ച് ഭേദമാക്കണം. അതിനാണ് റേഡിയേഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒന്ന് കാണാനും മറ്റൊന്ന് ചികിത്സിക്കാനും. രോഗനിർണയത്തിന് ചില ഉദാഹരണങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. പെറ്റ് സ്കാൻ കേട്ടിട്ടില്ലേ? അത് ശരീരത്തിനുള്ളിലെ പ്രവർത്തനങ്ങൾ ലൈവായിട്ട് കാണാൻ സഹായിക്കും. അതുപോലെ തൈറോയിഡ് ഗ്രന്ഥിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നറിയാൻ ഒരു പ്രത്യേകതരം അയഡിൻ ഐസോടോപ്പ് ഉപയോഗിക്കും. കാരണം ഈ ഐസോടോപ്പ് നേരെ തൈറോയിഡിലേക്ക് പോകുള്ളൂ. ഇനി ശ്വാസകോശത്തിന്റെ കാര്യം നോക്കണമെങ്കിൽ സെനോൺ എന്നൊരു ഗ്യാസ് ശ്വസിച്ചാൽ മതി. അതിന്റെ പ്രവർത്തനം കൃത്യമായി അളക്കാൻ പറ്റും. ചുരുക്കി പറഞ്ഞാൽ ഒരു ഓപ്പറേഷനൊന്നും ചെയ്യാതെ തന്നെ നമ്മുടെ അവയവങ്ങളുടെ പ്രവർത്തനം കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്നു. ഇനി ചികിത്സയുടെ കാര്യം. ഇവിടെ റേഡിയേഷൻ ഒരു മാന്ത്രിക ബുള്ളറ്റ് പോലെയാണ്. അതായത് ശരീരത്തിലെ നല്ല കോശങ്ങളെ ഒന്നും ഉപദ്രവിക്കാതെ പ്രശ്നക്കാരായ കോശങ്ങളെ മാത്രം, പ്രത്യേകിച്ച് ക്യാൻസർ സെല്ലുകളെ കൃത്യമായി കണ്ടെത്തി നശിപ്പിക്കാൻ ഇതിന് കഴിയും. ഇതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അയഡിൻ. അതേ അയഡിൻ തന്നെ ചെറിയ ഡോസിൽ കൊടുത്താൽ സ്കാനിങ്ങിന് ഉപയോഗിക്കാം. എന്നാൽ കുറച്ചുകൂടി കൂടിയ ഡോസിൽ കൊടുത്താലോ, അത് നേരെ തൈറോയിഡിൽ പോയി അവിടത്തെ ക്യാൻസർ സെല്ലുകളെ നശിപ്പിക്കുന്നൊരു മരുന്നായി മാറും. ഒന്നാലോചിച്ചു നോക്കിക്കേ, ഒരേ സാധനം തന്നെ രോഗം കണ്ടുപിടിക്കാനും ഉപയോഗിക്കാം, ചികിത്സിക്കാനും ഉപയോഗിക്കാം. ശരി, നമ്മൾ ഹോസ്പിറ്റലിലും ക്രൈം സീനിലുമൊക്കെ പോയി. ഇനി നമുക്ക് നേരെ നിങ്ങളുടെ വീട്ടിലേക്ക് വരാം. അതെ, നിങ്ങളുടെ വീട്ടിലേക്ക്.
ഈ പറഞ്ഞ ന്യൂക്ലിയർ ടെക്നോളജി നിങ്ങളുടെയെല്ലാം വീടിന്റെ ഉള്ളിൽ തന്നെ ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളെ വിശ്വസിക്കുമോ? അത്ഭുതം തോന്നുന്നുണ്ടല്ലേ? അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന് ചിന്തിച്ചു നോക്കൂ, റേഡിയോ ആക്ടിവിറ്റി. അതും നമ്മുടെ വീട്ടിലെ ഒരു സാധാരണ ഉപകരണം. ഏതായിരിക്കും അത്? ഒരു ക്ലൂ തരാം, അത് നമ്മുടെയെല്ലാം സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒന്നാണ്. എന്താണെന്ന് നോക്കിയാലോ? ആ ഉത്തരത്തിലേക്ക് പോകുന്നതിനു മുൻപ് ചൊട്ടൊരു സയൻസ് ക്ലാസ്. എന്താണ് ഈ ആൽഫ ഡീകെ? വളരെ സിമ്പിളാണ്. ചില വലിയ ആറ്റങ്ങൾക്ക് സ്റ്റെബിലിറ്റി കുറവായിരിക്കും. അപ്പോ അവ സ്റ്റേബിൾ ആകാൻ വേണ്ടി തങ്ങളുടെ ഉള്ളിൽ നിന്ന് ഒരു ചെറിയ കഷ്ണം പുറത്തേക്ക് തുപ്പും. ഈ കഷ്ണമാണ് ആൽഫ പാർട്ടിക്കിൾ. ഈ പ്രോസസ്സിൽ കുറച്ച് എനർജിയും പുറത്തുവരും. അത്രയുള്ളൂ സംഭവം. അപ്പോ എന്തായിരുന്നു ആ ഉപകരണം? യെസ്, നമ്മുടെ സ്മോക്ക് ഡിറ്റക്ടർ തന്നെ. അതിന്റെ ഉള്ളിൽ എമേരിസിയം 241 എന്ന ഒരു റേഡിയോ ആക്റ്റീവ് മൂലകത്തിന്റെ വളരെ ചെറിയൊരു അംശമുണ്ട്. പേടിക്കേണ്ട, ഇത് സേഫാണ്. ഇത് തുടർച്ചയായി ആൽഫ കണങ്ങളെ പുറത്തുവിട്ടുകൊണ്ടിരിക്കും. ഇത് കാരണം ഡിറ്റക്ടറിനുള്ളിൽ ഒരു ചെറിയ ഇലക്ട്രിക് കറന്റ് എപ്പോഴും ഉണ്ടാകും. ഇനി വീട്ടിൽ തീപിടിച്ചു പുക വന്നാലോ? ഈ പുക വന്ന് ആ കറണ്ടിനെ ബ്ലോക്ക് ചെയ്യും. കറണ്ട് നിന്നാൽ ഉടൻ അലാറമടിക്കും. കണ്ടില്ലേ, എത്ര സിമ്പിൾ എന്നാൽ എത്ര പവർഫുൾ ഐഡിയ. ഇനി രണ്ടാമത്തെ ഉദാഹരണം ഇതിലും ഞെട്ടിക്കുന്നതാണ്. കാർഡിയാക് പേസ്മേക്കർ. ചില പേസ്മേക്കറുകൾക്ക് വർഷങ്ങളോളം ബാറ്ററി മാറ്റുക പോലും ചെയ്യാതെ പ്രവർത്തിക്കാൻ ഊർജം കൊടുക്കുന്നതാരാണെന്നറിയാമോ? പ്ലൂട്ടോണിയം 238 എന്നൊരു ഐസോട്ടോപ്പാണ്. അതിന്റെ ആൽഫ ഡീകെ കാരണമുണ്ടാകുന്ന ചെറിയ ചൂട് ഇലക്ട്രിസിറ്റിയാക്കി മാറ്റിയിട്ടാണ് ഈ ജീവൻ രക്ഷാ ഉപകരണം പ്രവർത്തിക്കുന്നത്. അപ്പോ ഒരു ചെറിയ ആറ്റം വർഷങ്ങളോളം ഒരു ഹൃദയത്തെ മിടിപ്പിക്കുന്നു. അപ്പോ നമ്മുടെ വീട്ടിലും ശരീരത്തിലുമുള്ള ന്യൂക്ലിയർ ടെക്കിൽ നിന്ന് നമുക്കിനി നേരെ സയൻസിന്റെ അതിരുകളിലേക്ക് പോകാം. പീരിയോഡിക് ടേബിളില് പുതിയ മൂലകങ്ങൾ എങ്ങനെയാണ് ശാസ്ത്രജ്ഞർ ഉണ്ടാക്കിയെടുക്കുന്നത്? അതൊരു ഇൻട്രസ്റ്റിംഗ് കഥയാണ്. നമുക്ക് നോക്കാം. നിങ്ങൾക്കൊരു കാര്യമറിയാമോ? നമ്മുടെ പീരിയോഡിക് ടേബിളിൽ യുറേനിയം എന്ന മൂലകത്തിന് ശേഷമുള്ള ഒരൊറ്റ എലമെന്റ് പോലും ഭൂമിയിൽ സ്വാഭാവികമായി കാണപ്പെടുന്നില്ല. അവയെല്ലാം ഓരോന്നും മനുഷ്യൻ ലബോറട്ടറിയിൽ കൃത്രിമമായി ഉണ്ടാക്കിയെടുത്തവയാണ്. അപ്പോ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? പ്രധാനമായിട്ടും 2 വഴികളുണ്ട്. ഒന്ന്, ന്യൂട്രോൺ ക്യാപ്ചർ. ഇതണയ്ക്ക് ലെഗോ ബ്ലോക്കുകൾ ചേർക്കുന്നത് പോലെയാണ്. ഒരു ന്യൂക്ലിയസിലേക്ക് ന്യൂട്രോണുകളെ ഓരോന്നായി ചേർത്ത് അതിനെ വലുതാക്കി പുതിയൊരു മൂലകമാക്കുന്നു. എന്നാൽ അതിലും ഭാരമുള്ള ഭീമന്മാരെ ഉണ്ടാക്കണമെങ്കിൽ ഈ പണി നടക്കില്ല. അപ്പോ ഹെവി അയോൺ ഫ്യൂഷൻ വേണം. ഇത് 2 കാറുകൾ നേർക്കുനേർ വന്ന് ഇടിക്കുന്നത് പോലെയാണ്. 2 വലിയ ന്യൂക്ലിയസുകളെ അതിഭയങ്കരമായ വേഗതയിൽ കൂട്ടിയിടിപ്പിച്ച് ഒന്നാക്കി മാറ്റുന്നു. ഈ ഒരു പരീക്ഷണത്തിന്റെയൊക്കെ ഏറ്റവും വലിയ ലക്ഷ്യങ്ങളിലൊന്ന് Z=114 എന്ന അറ്റോമിക് നമ്പറാണ്. കാരണം ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നത് അവിടെ ആ ഒരു ഭാഗത്ത് കൂടുതൽ കാലം നിലനിൽക്കുന്ന, അതായത് സ്റ്റേബിളായ സൂപ്പർ ഹെവി എലമെന്റ്സ് ഉണ്ടാകുമെന്നാണ്. അവരതിനെ സ്നേഹത്തോടെ വിളിക്കുന്ന പേരാണ് ഐലൻഡ് ഓഫ് സ്റ്റെബിലിറ്റി, അഥവാ സ്ഥിരതയുടെ ദ്വീപ്. ആ ദ്വീപ് കണ്ടെത്താനുള്ള യാത്രയിലാണ് ശാസ്ത്രലോകം. അപ്പ നോക്കൂ, നമ്മുടെ വീട്ടിലെ ഒരു ചെറിയ സ്മോക്ക് ഡിറ്റക്ടറിൽ നിന്ന് തുടങ്ങി പീരിയോഡിക് ടേബിളിന്റെ അറ്റത്ത് പുതിയൊരു ദ്വീപ് തേടുന്ന ശാസ്ത്രജ്ഞരുടെ അടുത്തുവരെ നമ്മളെത്തി. കുറ്റവാളികളെ പിടിക്കാൻ, ജീവൻ രക്ഷിക്കാൻ, പേസ്മേക്കറിന് ഊർജം കൊടുക്കാൻ, ഇങ്ങനെ എത്രയെത്ര അത്ഭുതങ്ങളാണ് ഈ കുഞ്ഞൻ ആറ്റം നമുക്ക് തരുന്നത്. ചോദ്യമിതാണ്, അടുത്തതായി ഈ ആറ്റം നമ്മെ എന്തു പുതിയ പാഠമായിരിക്കും പഠിപ്പിക്കാൻ പോകുന്നത്?